Money is everything. Money is everything. I'm talking to you. Money is everything, guys. Money gives everything. Money gives happiness. Money gives respects. Respect വരെ കിട്ടും. Hello guys, welcome back to my YouTube channel. Yes, അതന്നെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ കുറച്ചുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ നിലനിർത്തേണ്ട, നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ഞാൻ സ്റ്റഡി ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത ഒരു 6 കാര്യങ്ങളാക്കിയിട്ട് ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ഈ ഒരു 6 കാര്യങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കണ്ട, അടിച്ചു വിട്ടുകാണ്ടും ഇത് കാണാൻ എന്തെങ്കിലും ഉണ്ടോ, എന്റർടൈൻമെന്റിന് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് സീക്ക് ചെയ്തിട്ട് പോവാൻ നിൽക്കണ്ട. വെർത്തായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സീക്ക് ചെയ്ത് പോയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബിസിനസ് മാന് ആദ്യം വേണ്ടിയത് പങ്ക്ച്വാലിറ്റിയാണ് അല്ലേ. പങ്ക്ച്വാലിറ്റിയാണ് എന്തൊരു കാര്യത്തിൻ്റെയും നെടുന്തൂണ്. നമ്മൾ പങ്ക്ച്വലായിരിക്കുക, നമ്മൾ ചെയ്യണതിൽ കൃത്യനിഷ്ഠത ഉണ്ടാവുക. സാക്ഷാൽ അബ്ദുൽ കലാം സാഹിബ് പറഞ്ഞിട്ടുള്ളത്, സാഹിബാണോ സഖാവാണോ എന്നുള്ള ഇനി നോക്കിയിട്ട് വേണം. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. മനസ്സിലായി, നിങ്ങൾക്ക് പൊരുള് മനസ്സിലായില്ലേ. അപ്പൊ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 6 കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ട 6 കാര്യങ്ങൾ. സോ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ പറയാൻ പോണ ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ പോണ ബിസിനസ്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുക. നമ്മൾ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോണത്, നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പോണത്, അപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ്, എന്താണ് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതിൽ നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ചർച്ച ചെയ്യാം. ഒരു ബിസിനസ്സിന് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് വ്യക്തമായ പ്ലാൻ. നമ്മൾ എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ള വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം, മാർക്കറ്റിംഗ്, സാമ്പത്തിക കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു നല്ല വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങളെ ഉൽപ്പന്നമോ സേവനമോ എന്തോ ആവട്ടെ, അതിന് നമ്മൾ എങ്ങനെ വിപണിയിൽ എത്തിക്കും, നമ്മളത് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കും, ഏതൊക്കെ പ്ലേസിൽ എത്തിക്കും എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നാലാമതായിട്ട് വേണ്ട കാര്യമാണ് പ്രധാനമായിട്ടും കയ്യിൽ പൈസ ഉണ്ടാവുക എന്നുള്ളത്. ചെമ്പ് പൈസ ഉണ്ടാവുക എന്നുള്ളതും ഒരു സംരംഭത്തിന്റെ നെടുന്തൂണായിട്ടുള്ള വിഷയമാണ്. അപ്പൊ സമ്പത്തിന് എന്ത് ചെയ്യാ, കയ്യിൽ പൈസ ഇല്ല എന്ന് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്നില്ല. പൈസ ഇല്ലാത്ത പക്ഷം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ലോണിന് അപ്ലൈ ചെയ്യാം. നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്, വ്യക്തമായ ഒരു സ്ട്രാറ്റജി നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ബിസിനസിന് വേണ്ടി ലോണുകൾ അപ്ലൈ ചെയ്യാം. ഇഷ്ടം പോലെ ലോൺ ഓപ്ഷൻസ് ഉള്ള കാലമാണ് ഇപ്പൊ. മുദ്ര അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് അതും ഇതും പല പരിപാടികളായിട്ട് ലോണുകൾ കിട്ടുന്ന സമയമാണ്. വ്യക്തമായ ബിസിനസ് പ്ലാൻ പ്രൊജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ എല്ലാ ബാങ്കുകളും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എന്ത് തരുന്നുണ്ട്, ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട് ബാങ്ക്. ദെൻ അതിന്റെ കൂടെ ഇനിയിപ്പോ നമുക്ക് ലോണ് വേണ്ട, ലോൺ ഇല്ലാതെ നമുക്കൊരു റിസ്ക് എടുക്കാതെ നമുക്ക് തുടങ്ങാൻ പറ്റണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിതിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താം. ഓരോ ബിസിനസ്സിനും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിക്കൂടെ. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടിക്കഴിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയനെ വളർത്തിയെടുക്കാൻ പറ്റും. ഏതൊരു ബിസിനസിന്റെയും ഗ്രോത്തിനാ മുളയിലേന്നുള്ളിൽ കളയുന്നത് സാമ്പത്തികമാണ്. സാമ്പത്തിക ശേഷി ഇല്ലാത്തവന് സത്യം പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാനും ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയാൽ മതി. അഞ്ചാമത്തെ കാര്യം, അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ലൈസൻസ് പരമാവട്ടെ, ഇനി പേപ്പർ വർക്ക്, സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഫുഡിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫസായി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരുപാട് രജിസ്ട്രേഷൻ പരിപാടികളുണ്ട്, GST, ടാക്സ്, അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി നമുക്ക്
ആറാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ബോറടിക്കണ്ടാവുന്നില്ല എനിക്കറിയാം. നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കില്ല. അതാണ് മെയിനായിട്ടുള്ള വിഷയം കേട്ടോ. പേഷ്യൻസ് ഇല്ല. ഞാൻ ഓരോ വീഡിയോസിന്റെ അനലിസ്റ്റിക് എടുത്ത് നോക്കുന്ന സമയത്ത് 2 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെ മാക്സിമം ഒരാൾ ഈ വീഡിയോ കാണാൻ ക്ഷമ കാണിക്കണുള്ളൂ. മേ ബി എന്റെ എന്താ പറയാ വീഡിയോ അത്രയും ബോറിംഗ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ബോറിംഗ് ആയതുകൊണ്ടല്ലേ കാണാതിരിക്കണത്. ബോറിംഗ് അല്ല, നല്ല എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുന്നില്ലേ. ഐ നോ ദാറ്റ് നമ്മൾ എന്റർടൈൻഡ് ആയിട്ട് കൊണ്ടുവരും ഗൈസ്. ഇങ്ങനെ തന്നെ അല്ലേ ഓരോന്നോരോന്നും പിച്ച് വെച്ച് വരലല്ലേ. ഞാനും ചെറുതെന്ന് വളർന്നു വരുന്ന ഒരാളാണ്. ഞാനും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇന്നിപ്പോ ഒരു ഷട്ടർ റൂം എടുത്തിട്ടുള്ള ആളാണ്. നമുക്ക് 6ാമത്തെ കാര്യം പറയാം, എന്നിട്ട് കഥ പറയാം. അതാകുമ്പോ പിന്നെ കാണാത്ത ആൾക്കാർക്ക് ക്യാൻസൽ അടിച്ചിട്ട് പോവാം. ഞാൻ ബാക്കി പറയുന്നത് 6ാമതായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ക്ഷമയും സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവും നിലനിർത്തുക. ബിസിനസ് വളരാൻ സമയമെടുക്കും, സക്സസ് ആവാൻ സമയമെടുക്കും. ആ ഒരു സമയം നമ്മൾ മനസ്സിലാക്കി കണ്ട് ബാങ്ക് കൊടുത്ത് എന്തെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ നമ്മളെ എന്താക്കണം, പേഷ്യൻസ്, ക്ഷമിക്കുന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാല്ല അല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം ഞാൻ ഓരോന്നും, ചില സമയത്ത് കാക്കക്കാരെയും, ചില സമയത്ത് ബാങ്ക് കൊടുക്കും, ചില സമയത്ത് കോളിംഗ് ബെല്ലടിക്കും, ചില സമയത്ത് കാറ്റ്, മഴ, ഫാനിന്റെ, ഞാൻ നല്ല വേർത്തിട്ടായിരിക്കണത്. ഞാൻ ഫാൻ ഇട്ടെന്തുകൊണ്ടാ ചൂട്, അതാ നോയ്സ്. എന്തായാലും ഞാൻ ബാങ്ക് കൊടുത്തായിട്ട് എന്നിട്ട് നമ്മൾ സംസാരിക്കട്ടാ. പേഷ്യൻസ് ബാങ്ക് കഴിഞ്ഞു ബസ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നല്ല പേഷ്യൻസ് വേണം. നമ്മളൊരു പരിപാടി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേഷ്യൻസ് വേണം കാഴ്ച. വെറുതെ ഒന്നും നടക്കൂല. പേഷ്യൻസ് അങ്ങേയറ്റം വേണം. നമ്മൾ കാത്തിരിക്കണം. നമ്മളിങ്ങനെ വെതറിയിട്ട് വാരാന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ കാത്തിരിക്കണം പേഷ്യൻസോട്. നമ്മൾ ഓടിലും ഉറക്കത്തിലും ചിന്തിച്ച് വളർത്തി 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 അങ്ങനെ കൊണ്ടുവരണം. നമ്മളൊരു സ്റ്റെപ്പ് എങ്ങാനും ഏറെ ചാടി കടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വൈദ്യുതി വീണ ചരിത്രമേ കൂടുതലുള്ളൂ. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ ഓരോന്നിനെയും പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കേറി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിന്റെ ഡീപ്പിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ദാറ്റ്സ് ഗെറ്റ്സ് അമേസിങ് ലൈഫ് ഗൈസ്. Money is everything. I'm talking to you. Money is everything, guys. Money gives everything. Money gives happiness. Money gives respect വരെ കിട്ടും. എന്തൊക്കെ കിട്ടും? Money gives happiness. Money gives respect. Money gives opportunities. കയ്യിൽ പൈസ ലോൺ എല്ലാം ഉണ്ട്. നിങ്ങളൊരു ബാങ്കിൽ പോയി നോക്കട്ടെ. നിങ്ങളൊരു ഓട്ടോ വിളിച്ച് ഓട്ടോന്ന് ചെന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊരു ബാങ്കിൽ ചെന്നിട്ട് എനിക്കൊരു ലോൺ വേണം, ഇന്ന ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോണത്, കാര്യങ്ങൾ പരിപാടി പറഞ്ഞു കൊടുത്താൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ, ബിസിനസ് അല്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊരു പ്രൊജക്റ്റ് ആയിട്ട് ബാങ്കിൽ ചെന്ന് നിങ്ങളൊരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനായിട്ട്, ഒരു പച്ചയായ മനുഷ്യനായിട്ട് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ഫയലിനെ നോക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കില്ല. അതിനു പകരം നിങ്ങളൊരു റോൾസ് റോയ്സ് കാറിൽ ചെന്ന് ഇറങ്ങിയിട്ടാണ് നിങ്ങള് അവിടെ ബാങ്കിൽ സീറ്റിൽ പോയിട്ടിരിക്കുന്നത്. വേണ്ട, റോൾസ് റോയ്സ് ഒക്കെ എന്താ, നിങ്ങൾ കയ്യിലൊരു ഐഫോണും കയ്യിലൊരു 10-25 ലക്ഷം രൂപയുടെ വാച്ചും ഒരു 12,000 രൂപയുടെ ഗ്ലാസ് ഒക്കെ വെച്ച് കുറച്ച് ഗെറ്റപ്പിൽ നല്ല അലക്കി തയ്ച്ച ഡ്രസ്സൊക്കെ ഇട്ടൊന്നും ഇരുന്നാൽ തന്നെ അവര് ഹലോ വെൽക്കം സാർ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ദാറ്റ് ഈസ് ബിസിനസ്. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തേക്ക് എത്താന്നുള്ളതാണ് നിങ്ങളും എവറി മിഡിൽ ക്ലാസ് ഫാമിലി മാൻ്റെ ആഗ്രഹം അല്ലേ. അതിക്ക് നമ്മൾ എത്തണം. നമ്മൾ എത്തിയേ പറ്റൂ. നമ്മൾ അച്ചീവ് ചെയ്തേ പറ്റൂ. എന്നാലേ നിങ്ങളെ കുടുംബത്തിനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ബാക്കി ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് ഓർത്തച്ചോളി. ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, പുലർത്താൻ ശ്രമിച്ചോളി. ലെറ്റ്സ് ഡു ബിസിനസ്. ലെറ്റ്സ് മേക്ക് മണി. പൈസ ഉണ്ടാക്കാൻ റെഡി ആയിക്കോളി മക്കളെ. ബിസിനസ് ചെയ്യാൻ റെഡി ആയിക്കോളി. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ
ഉല്ലസിക്കാൻ റെഡി ആയിക്കോളി. ബൈ.